കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടിക്കായുള്ള അന്വേഷണത്തിൽ നിർണായകമായത് സഹയാത്രിക പകർത്തിയ ഫോട്ടോയാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം ഇന്നും ട്രെയിനിൽ വെച്ച് അവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ അവരുമായി സംസാരിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. ഞാനിപ്പോൾ ആദ്യ സ്റ്റോപ്പ് കഴിഞ്ഞു. നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം ഇനി പാറശാലയാണുള്ളത്. എന്തായാലും അടുത്ത ബോഗിയിലേക്ക് കയറി. ഇവിടെയും ആരെങ്കിലും ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ, പോലീസ് അന്വേഷണത്തിന് എന്തെങ്കിലും ഗുണകരമായ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി അന്വേഷിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഇന്നലെ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ഈ ട്രെയിനിൽ ഈ കുട്ടിയെ ഇന്നലെ ഈ ട്രെയിനിൽ നിന്ന് കാണാതെ നിങ്ങൾ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച്, അതായത് കന്യാകുമാരി ഭാഗത്തേക്കാണ് പോയത്, നിങ്ങൾ കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്നുണ്ട് ചോദിക്കുന്നത്, എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? ഇല്ലല്ലോ, കണ്ടില്ല ചേട്ടൻ. ഇന്നലെ യാത്ര ചെയ്തിരുന്നു അതിലെ? ഇല്ല. അടുത്ത ബോഗിയിലേക്ക് പോവാം. ഇന്നലെ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ചേട്ടാ ഉണ്ടോ? ഇല്ല. ഇന്നലെ യാത്ര ചെയ്ത ആൾക്കാർ ഇന്നലെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നോ? ഇന്നലെ യാത്ര ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നോ? നമ്മളിപ്പോൾ ഒരു കുട്ടിയെ കാണാനില്ല. കുട്ടിയെ എവിടെന്നെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ ഈ കുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നോ? ഇതിൽ തന്നെയാണോ? എന്തായാലും ഏറ്റവും നിർണായകമായ വിവരമാണ്. ഈ ട്രെയിനിൽ വെച്ച് കണ്ട ഒരാൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പേര് പറയാൻ താല്പര്യമുണ്ടോ? എന്താണ് സംഭവിച്ചത്? എവിടെ വെച്ച് കണ്ടു? റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു കണ്ടായിരുന്നു. ഈ ട്രെയിനിൽ തന്നെ കയറി? ഈ ട്രെയിനിലായിരുന്നു. നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത് സാധാരണ? പാറശാല വരെ ഈ കുട്ടി ട്രെയിനിലുണ്ടായിരുന്നോ? അതായത് ആദ്യ സ്റ്റോപ്പ് നെയ്യാറ്റിൻകര ഇറങ്ങിയില്ല. അതിനുശേഷം പാറശാലയിൽ നിങ്ങൾ ഇറങ്ങുന്നത് വരെയും ഈ കുട്ടി ട്രെയിൻ എന്തെങ്കിലും അസ്വാഭാവികത പ്രകടിപ്പിച്ചു? കണ്ടപ്പോൾ നമുക്കൊരു എന്താ പറയാനാ, ഒരു കൊച്ചു പേടിച്ചിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ കുഞ്ഞിനെ നോക്കിയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് ആ ട്രെയിനിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത് പാറശാലയിലൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ആരോടെങ്കിലും പറയാൻ ഇന്നിപ്പോൾ ഈ ഫോട്ടോ ടി വിയിൽ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു? ആരോടെങ്കിലും പറഞ്ഞോ ഇത് നമ്മൾ കണ്ടിരുന്നു? പറഞ്ഞായിരുന്നു. പോലീസ് അന്വേഷണത്തിന് ഗുണകരമായ മറ്റെന്തെങ്കിലും വിവരം ഉണ്ടോ കൊടുക്കാൻ? കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണല്ലോ. ഉണ്ടായിരുന്നോ? നിങ്ങൾ കണ്ടിരുന്നു? ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാണോ കണ്ടിട്ട്? എന്തായിരുന്നു അനുഭവം? വളരെ അസ്വസ്ഥതയായിരുന്നു ഈ പറഞ്ഞതുപോലെ? കരയായിരുന്നല്ല, ഫേസ് സൊള്ളനായിരുന്നു. സംശയം തോന്നി നിങ്ങൾക്ക് ഡ്രസ്സിങ്ങിന് നോക്കിയപ്പോൾ സംശയം തോന്നി. കാശുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് സംശയം തോന്നിയാണ് നമ്മൾ കൊച്ചിനെ പിന്തുടർന്ന് പിന്നെ ഫോട്ടോയൊക്കെ എടുത്തതും അല്ല. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഇത് അറിയുന്നത്? അതെ, നമ്മൾ അറിയുന്നത് ന്യൂസ് കണ്ടതിന് ശേഷമാണ്. ഈ കൊച്ചാണ് നമുക്ക് മനസ്സിലായാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇതിൽ ന്യൂസിൽ പറഞ്ഞത്. എന്നിട്ട് വേറെ എന്തെങ്കിലും പോലീസിൽ വല്ല ഇൻഫർമേഷൻ കൊടുത്തായിരുന്നു? നമ്മൾ അറിഞ്ഞത് ഫസ്റ്റ് പോലീസിനെ വിളിച്ചാണ് ഇൻഫർമേഷൻ തരുന്നത്. ഇത് കിട്ടുമോ കുട്ടി? നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. കാരണം ഇനി എത്രയും പെട്ടെന്ന് കിട്ടുക. കാരണം 24 മണിക്കൂർ കഴിഞ്ഞു. ഇന്നലെ ഇതേ സമയം 10 മണിക്കാണ് 9:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വളരെ തുച്ഛമായി 50 രൂപ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അല്ലേ? മറ്റാരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ കന്യാകുമാരി വരെ പോകുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ നെയ്യാറ്റിൻകരയിൽ ഇറങ്ങി, നമ്മൾ പാറശാലയിൽ ഇറങ്ങി. വേറെ ആരെയും അറിയില്ലായിരുന്നു. കന്യാകുമാരി പോകുന്ന സുഹൃത്തുക്കളുണ്ടോ? എനിക്കാരെയും അറിഞ്ഞൂടാ. ഈ ട്രെയിനിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇന്നുണ്ടോ? ശ്രദ്ധിച്ചിരുന്നോ? അവിടെ കുറച്ച് പയ്യന്മാർ ഉണ്ടായിരുന്നു. ഇന്നലെ സ്ഥിരം കാണുന്ന ആൾക്കാരല്ലേ? അവർ ഈ കുട്ടിയെ കണ്ടിരുന്നു? അത് അറിയില്ല. അവരെവിടെയാണ് ഇറങ്ങുന്നത് സാധാരണ? പാറശാലയിൽ. അവർക്ക് കുട്ടിയെ കണ്ടപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയോ? അവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവർ വേറെ എടുത്താണിരുന്നത്. അതുകൊണ്ട് അവർക്ക് അറിയാൻ സാധ്യതയില്ല. എന്തായാലും ഏറ്റവും നിർണായകമായ വിവരമാണ്. എന്തായാലും കുട്ടിയെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. നിലവിൽ എന്തായാലും പാറശാല വരെ അവർ ഇറങ്ങിയിട്ടില്ല. ആദ്യ സ്റ്റോപ്പ് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ പാറശാലയാണ്. തിരുവനന്തപുരം സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത്. ഈ ട്രെയിൻ വന്നപ്പോൾ ഈ ട്രെയിനിൽ കയറാൻ എന്നുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ? നമ്മളാണോ? അല്ല, ആ കുട്ടി ഈ ട്രെയിൻ കാത്തിരിക്കുന്നത് പോലെയാണോ വരുന്നത്? അതോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കയറിയതിന് ശേഷം തന്നെ കയറിയതിന് ശേഷം ട്രെയിനിൽ ഇരുന്നിട്ട് നമ്മൾ ഫ്രണ്ടിലിരുന്നു. അപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ ശ്രമിച്ചില്ലല്ലോ.
ഇല്ല ശ്രമിച്ചില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടപ്പോഴും മനസ്സിലായി മലയാളിയും അല്ല തമിഴും അല്ല. അപ്പോൾ ലാംഗ്വേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ഫോട്ടോ എടുത്തപ്പോൾ ആ കൊച്ചിൻ്റെ നോട്ടം വന്നിട്ട് നമ്മൾ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ശരിയെന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്ത് പിന്നെ ഫോട്ടോ എടുത്തത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് അല്ലേ? എന്തായാലും നിങ്ങൾ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ല, കാരണം കൂടുതൽ പേര് പേരുകൾ അറിയാൻ തയ്യാറല്ല. പക്ഷേ യാത്രക്കാർക്കിടയിൽ നമ്മൾ കണ്ടുമുട്ടിയതാണ്. എന്തായാലും അവർ നേരത്തെ പറഞ്ഞിരുന്നു അവർക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന്. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഇവർക്ക് നൽകാനാകുകയാണെങ്കിൽ ആകട്ടെ എന്നുള്ളതേ ഉള്ളൂ. പാറശാല ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പുറത്ത് നിന്ന് ഈ കുട്ടിയെ നോക്കിയിരുന്നു? നോക്കിയിരുന്നു. പോലീസുകാരെ നോക്കി, പോലീസുകാരില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി. പോലീസുകാരുണ്ടായിരുന്നു? ഇല്ല, അവിടെ ഇല്ല. പുറത്തുണ്ടോ? ഇല്ല, അവിടെ നോക്കിയപ്പോൾ ഇല്ല. നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ പുറത്ത് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. നമ്മൾ പറയാതെ പോയി. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ കുട്ടി ഇങ്ങനെ അതേ നിങ്ങൾ ഇരിക്കുന്നത് പോലെ നിങ്ങളെ നോക്കിയായിരുന്നു? ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അവർ നോക്കിയില്ല ഞങ്ങളെ. സ്റ്റോപ്പ് എത്തുകയാണല്ലേ? എന്തായാലും ഇവരുടെ നിർദ്ദേശങ്ങൾ ഏറ്റവും കുട്ടിയെ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് ലഭിക്കട്ടെ. നിങ്ങൾ ഈ ട്രെയിനിൽ ഇന്നലെ യാത്ര ചെയ്ത ആളുകളാണ്? അല്ല. എന്തായാലും ഇറങ്ങുകയാണ്. അപ്പോൾ കുട്ടിയെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടതാകട്ടെ. എന്തായാലും കൂടുതൽ പേർ നമ്മളിപ്പോൾ നെയ്യാറ്റിൻകരയിലാണ് എത്തുന്നത്. ചേട്ടാ, ഇന്നലെ ഒരു കുട്ടിയെ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു കുട്ടി കന്യാകുമാരിയിലേക്ക് പോയി. ആ കുട്ടിയെ കാണാതായി. അപ്പോൾ ഈ ട്രെയിനിൽ നിന്നും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി വന്നാൽ നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നോ? ഇല്ല. എന്തായാലും ഏറ്റവും നിർണായകമായ വിവരമാണ്. അവർ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പേര് പറയാത്തത്. എന്തായാലും ഇന്നലെ കുട്ടിയെ കണ്ട ആ രണ്ടുപേരെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.